ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇന്ന് അതിഥി ഞെരളത്ത് ഹരിഗോവിന്ദനാണ്. ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തനത് സംഗീത ശാഖയുടെ കുലപതിയായിരുന്ന ഞെരളത്ത് രാമപൊതുവാളിൻ്റെ മകൻ. സോപാന സംഗീതത്തെ ക്ഷേത്രത്തിൽ നിന്ന് പുറമേക്ക് എടുത്ത് അതിൻ്റെ ജാതി മതഭേദങ്ങളില്ലാതെ സംഗീതമായി കേരളത്തെ, മലയാളികളെ, ലോകത്തെ അനുഭവിപ്പിച്ച മഹാനായ കലാകാരൻ. അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് മലപ്പുറത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഹരിഗോവിന്ദനെ പോലൊരു മഹാനായ കലാകാരൻ അദ്ദേഹം ഞാൻ മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത്. സ്വാഗതം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക്. ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്, എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്നുള്ളത്? മുസ്ലിം ലീഗ് ഞാൻ 10-15 വർഷമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്. പെട്ടെന്നൊരു ആവേശത്തിൽ ഇന്നലെ പോയി ജോയിൻ ചെയ്തതല്ല. ഞാൻ പൊതുവേ പൊളിറ്റിക്കൽ പാർട്ടികൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം ഉണ്ടാവുമല്ലോ. അധികാരം, സ്ഥാനമാനങ്ങൾ, അങ്ങനത്തെ കുറച്ച് അജണ്ടകളിലാണ് അവർ കറങ്ങിത്തിരിയുന്നത്. പാർലമെൻ്ററി പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്ന മിക്കവാറും സംഘടനകളുടെ ഉദ്ദേശം അതാണ്. അത് കുറേ കൂടെ പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. കാരണം എല്ലാവരുടെയും പ്രഖ്യാപിത അജണ്ടകളാണ് അതെല്ലാം. അവരെന്തിനു വേണ്ടിയാണ് വരുന്നത് വെച്ചാൽ അധികാരം പിടിക്കാനാണ്. നേരെ മറിച്ച് അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത സംഘടനകളാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പേടിക്കണം. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അത്തരം സംഘടനകളുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു PR വർക്കിന് വേണ്ടിയിട്ടല്ലാത്ത തരത്തിലുള്ള ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ മാനവ സമീപനം, ഒരു എന്താ പറയുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം പ്രവൃത്തിയിൽ ഉള്ളവരാണ്, വാക്കിലല്ല. മറ്റ് പല സംഘടനകളും വാക്കിലാണ് മതേതരത്വം, ജാതി ഇതരത്വം, സോഷ്യലിസം ഒക്കെ വാക്കിലേ ഉള്ളൂ. മുസ്ലിം ലീഗിന് പ്രവൃത്തിയിലുണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവമാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം മാത്രമല്ല ഞാൻ പറയുന്നത്, അതല്ലാത്ത കുറേ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചതിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ബൈത്തുർ റഹ്മാൻ എന്ന് പറയുന്ന ഭവന പദ്ധതിയുടെ പലതിൻ്റെയും ഉദ്ഘാടനത്തിന് ഞാനൊരു പാർട്ടിയിലും ഇല്ലാത്ത കാലത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അതിഥിയായിട്ട് എന്നെ വിളിക്കും. അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. 10,000-കണക്കിന് ആളുകൾക്ക് വീട് കൊടുത്തത് മുഴുവൻ മുസ്ലിങ്ങൾക്കല്ല. അവിടെ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയില്ല. എത്രയോ ഹിന്ദു കുടുംബങ്ങൾക്ക് അവർ വീട് കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടി മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രം വെച്ചിട്ട് അതിനെ വലിയ തോതിൽ അതിനെ എന്താ പറയുക അരികുവൽക്കരിക്കുന്ന ഒരു സ്വഭാവം എല്ലാ കാലത്തും മുസ്ലിം ലീഗിനോടുണ്ട്. എന്നാൽ NSS എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റിയാണ്. അവർ ജാതി പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. ഈഴവ മഹാസഭ അല്ലെങ്കിൽ ധീവര മഹാസഭ, പൊതുവാൾ സമാജം, മാരാർ ക്ഷേമസഭ, പുഷ്പക സമാജം, ഇതൊക്കെ ജാതി പറഞ്ഞിട്ടുള്ള സംഘടനകളാണ്. അതിലൊന്നും ആരും വർഗീയതയോ അല്ലെങ്കിൽ ജാതീയതയോ കാണുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനകളെ അവർ വോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ നേതാക്കളും ഇവരൊക്കെ കൃത്യമായിട്ട് പോയി കാണുന്നതിൽ യാതൊരു ലജ്ജയുമില്ല അവർക്ക്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അതൊരു മതവർഗീയ പാർട്ടിയല്ലേ എന്നൊരു ചോദ്യം എല്ലാവരിൽ നിന്നുണ്ടാവും. അത് അല്ല എന്ന് തെളിയിക്കാൻ വാക്കുകളേക്കാൾ എത്രയോ ശക്തിയുണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്ക്. അതിനുവേണ്ടി തന്നെയാണ് ആളുകൾ കുറച്ച് ചിന്തിക്കുമല്ലോ, ചർച്ച ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ചർച്ചയൊക്കെ അങ്ങനെ ചർച്ച വരാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് മലപ്പുറം ജില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് നല്ലതല്ലാത്ത ഒരനുഭവം പോലും ഇസ്ലാം മത വിശ്വാസികളിൽ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു തീരുമാനം എടുക്കുക എപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് കാര്യത്തിലും. അല്ലെങ്കിൽ അവരോട് അങ്ങനെ ചെയ്തു, ഇവരോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് എൻ്റെ പ്രയോറിറ്റി അല്ല. അത് കേട്ടുകേൾവി മാത്രമാണ്. അതാണ് മുസ്ലിം ലീഗിൽ ചേരാനുള്ള കാരണം. ഈ കേരളീയ പാരമ്പര്യത്തിലെ മഹാനായ ഒരു കലാകാരൻ്റെ പ്രതിഭാശാലിയായ മകൻ ആണ് താൻ, ഹരിഗോവിന്ദൻ. അങ്ങ് വളരെ സാമുദായികമായ പേരും പ്രവർത്തന മേഖലയുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ അത് തന്നെ ഒരു സെക്ടേറിയൻ വിഭാഗീയ സ്വഭാവം അതിനില്ലേ? അല്ല, അതാണിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത്. ഞെരളത്ത് രാമപൊതുവാളുടെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേരണം. അപ്പോഴാണ് ഈ ഒരു സെക്ടേറിയനിസം ഇല്ലാതാവുക. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച ജനങ്ങളുടെ ധാരണ തിരുത്താനും ഞെരളത്ത് ഹരിഗോവിന്ദനെ സംബന്ധിച്ച ആളുകളുടെ ധാരണ തിരുത്താനും ഒരേ സമയം ഉപകാരപ്പെടും. കാരണം
18 വയസ്സ് കഴിഞ്ഞ ആർക്കും തന്നെ അതിനകത്ത് അംഗമായി ചേരാനുള്ള അനുവാദം മുസ്ലിം ലീഗിലുണ്ട്. അതിന് നിങ്ങൾ സുന്നത്ത് കല്യാണം കഴിക്കണമെന്നോ പൊന്നാനി പോയിട്ട് തൊപ്പിടണമെന്നോ അല്ലെങ്കിൽ ഖുറാൻ പഠിച്ചിരിക്കണമെന്നോ മദ്രസയിൽ ചേരണമെന്നോ അങ്ങനത്തെ യാതൊരു ഉപാധികളും അവിടെ ഇല്ല. കാരണം അത് മതം വേറെയാണ്. അത് മതസംഘടനയല്ലല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സെക്ടേറിയൻ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ആ പ്രയോഗം തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പാടില്ല. കാരണം അത് മതസംഘടനയല്ല. മതസംഘടന അവർക്ക് വേറെ ഉണ്ട്, സമസ്ത. അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരായി തന്നെ ജീവിക്കുന്ന ആ പാർട്ടിയോട് അനുഭാവമുള്ള മത സംവിധാനങ്ങൾ വേറെ തന്നെ ഉണ്ട്, ധാരാളമുണ്ട്. ഇത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരു ഭാഗത്ത് RSS ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, പക്ഷേ BJP ആണ് അതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പോൾ BJPയെ നമ്മൾ വർഗീയ സംഘടന എന്ന് പൊതുവിൽ പറയാറില്ല. കാരണം അത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. നടപ്പിലാക്കുന്നത് എന്തോന്നുള്ളത് വേറെ കാര്യം. പക്ഷേ RSSനെ നമ്മൾ തീർച്ചയായിട്ടും അതൊരു സെക്യുലർ സംഘടനയാണ് നമ്മൾ പറയാറില്ല. അതേപോലെ തന്നെയാണ് ഇതും. ഈ മുസ്ലിം ലീഗ് അവരുടെ പ്രയോഗങ്ങളിലും അവരുടെ സമീപനങ്ങളിലും അവർ സെക്യുലറാണ് എന്ന് തെളിയിക്കുന്ന അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഓരോന്ന് എടുത്ത് പറയുമ്പോൾ അതൊരു ക്ലീഷയാവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മുസ്ലിം ലീഗിൽ അമുസ്ലിങ്ങളായ മെമ്പർഷിപ്പ് ഇഷ്ടം പോലെയുണ്ട്. അമുസ്ലിങ്ങളായ MLA-മാരും ഉണ്ടായിട്ടുണ്ട്. KP രാമൻ ഉണ്ടായിട്ടുണ്ട്. മദ്രാസ് അസംബ്ലിയിലേക്ക് ഒരു അമുസ്ലിം MLA മലപ്പുറത്തുനിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. UC രാമനെ പോലെയുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് പോലും മുസ്ലിം എതിരായ അവരിപ്പം അങ്ങനെ ആ വിധത്തിലുണ്ട്. ഭാര്യയാണ്. കൂത്തുപറമ്പിൽ ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിപ്പിക്കും, സീറ്റ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു അധസ്ഥിത ജനവിഭാഗത്തെ കൂടി ഉൾക്കൊണ്ടു പോകണം എന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായി, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിലെ താഴെത്തട്ടിലുള്ള ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി കൊണ്ടുപോകണം എന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണത്. ഹരിഗോവിന്ദൻ ഇതിലേക്ക് ചേരുന്നതിൻ്റെ സാമൂഹികമായ കാരണങ്ങൾ എന്താണ്? അതായത് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡപ്രകാരമുള്ള സംവരണം ഒന്നും ഇല്ലാതെ തന്നെ ഒരാൾക്ക് മുസ്ലിം ലീഗിൽ നിലനിൽക്കാൻ കഴിയും എന്ന് തെളിയിക്കലാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഞാൻ ചെല്ലുമ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏതെങ്കിലും ഒരു അവശ വിഭാഗത്തിൻ്റെ ഉന്നമനം നേടിയെടുക്കുന്നതിന് മുസ്ലിം ലീഗാണ് സഹായിക്കുക എന്നത് കാണിക്കാൻ അല്ല. ഒരു ക്ഷേത്രകലയായിട്ടുള്ള സോപാന സംഗീതം കൈകാര്യം ചെയ്യുന്ന ആളെ യാതൊരു സംശയവും കൂടാതെയാണ് അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചത്. ഏതെങ്കിലും ഗൂഢമായ മുറിയിലിരുന്നിട്ട് 2 മണിക്കൂർ ചർച്ചയോ കൂടിയാലോചനയോ ഒന്നും ഉണ്ടായിട്ടില്ല. നേരെ വരാന്തയിലേക്ക് കയറി ചെല്ലുന്നു. KN ഖാദർ സാഹിബിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് സാർ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കാലമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന. അപ്പോൾ അദ്ദേഹത്തിനോടാണ് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്, എനിക്ക് ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്തപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, കാലഘട്ടം അത്ര വളരെ അപകടകരമാണെന്ന് ഞാൻ മണത്തറിയുന്നു. ഒരു കലാകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കുറേ പുസ്തകം എഴുതുക, അവാർഡ് മേടിക്കുക, അതിൻ്റെ പേരിൽ കുറേ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുക, പാട്ട് പാടുക, പുരസ്കാരങ്ങൾ മേടിക്കുക, അങ്ങനെ അതൊന്നും ഒരു കലാകാരൻ്റെ ധർമ്മത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അത് കലാകാരനായിരിക്കുമ്പോൾ കലാകാരനിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. കലാകാരന് തിരിച്ചൊരു ധർമ്മമുണ്ട് സമൂഹത്തോട്. അത് ഞാൻ വളരെ ശക്തമായി നിർവഹിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്ക് എനിക്കും ചില എന്താ പറയുക, എൻ്റെ സമീപനങ്ങളിലും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള പല സംഗതികളിലും ഒരു വഴിപഴച്ച സമീപനം എന്നെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനല്ലല്ലോ, ആ ഹരിഗോവിന്ദനല്ലല്ലോ ശരിക്കും ഉണ്ടായിരുന്ന ഹരിഗോവിന്ദൻ എന്ന് വളരെ ശക്തമായി തിരിച്ചറിയാൻ ഒരു കാരണമുണ്ടായി വന്ന ഒന്ന്. അതായത് നേരത്തെ ഈ ഫേസ്ബുക്കിലെ കമന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. കമന്റ് ഞാൻ തന്നെ എഴുതുമായിരുന്നു നേരത്തെ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ മീൻസ് അങ്ങനെ അത് മനസ്സിലാക്കപ്പെട്ടിരുന്നു. ഹരിഗോവിന്ദൻ ഒരു ഹിന്ദുത്വ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന മട്ടിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. അല്ല, അത് എൻ്റെ തന്നെ അശ്രദ്ധ കൊണ്ടും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളാണ് എന്നെ അത്തരത്തിലൊരു മാനസിക വൈകല്യത്തിലേക്ക് എത്തിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ഡയറക്റ്റായിട്ട് വളരെ ചീപ്പായിട്ട് ഞാൻ എന്ന വ്യക്തിയോടും ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എന്താ പറയുക സത്യസന്ധമായ സാമൂഹ്യ പുരോഗമന സങ്കല്പങ്ങളോടും വളരെ മോശമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് എൻ്റെ നാട്ടിലൊരു ക്ഷേത്രത്തിലെ ഗ്രാമോത്സവം പോലെ ക്ഷേത്രത്തിലെ ഉത്സവം നടത്താൻ വേണ്ടി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ ഹിന്ദു മുസ്ലിം ലീഗുകാരൻ
ദളിതർ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ സകല പാർട്ടിക്കാരും ചേർത്തിരുത്തിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങാടിപ്പുറത്തൊരു ക്ഷേത്രത്തിൻ്റെ, അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തിയ ആളാണ് ഞാൻ ഈ സങ്കല്പം സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായിരിക്കുന്ന, അന്ന് DYFIയിൽ മറ്റു പ്രവർത്തിക്കുന്ന ഇടതുപക്ഷക്കാരനായ എൻ്റെ കുട്ടിക്കാല സുഹൃത്തായിട്ടുള്ള അവനോടാണ്. നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം തട്ടിക്കൂട്ടി വന്നു. പരിപാടി നടക്കുന്ന സമയമായപ്പോഴേക്കും CPM-മാർ അതിനകത്ത് അവരുടെ പാർട്ടി കുത്തിക്കയറ്റി. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇത് ഞാൻ വളരെ മാതൃകാപരമായി. അന്ന് VK ശ്രീരാമേട്ടൻ വന്നു, വിദ്യാധരൻ മാഷ്, 2 മുഖ്യാതിഥികൾ. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട 2 ആൾക്കാർ വരുന്ന അന്നാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നുമല്ല. അപ്പോൾ ഞാൻ കൃത്യമായി ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും ഞാൻ നല്ലൊരു ഇവൻ്റ് ഓർഗനൈസറാണ്. അത് എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു കാര്യമാണ്. ഏത് അത്തരത്തിലുള്ള ഇവൻറ്റുകളും ഓർഗനൈസ് ചെയ്യാൻ ഞാൻ ഇത്തിരി ചെയ്ത് വന്നിട്ടുള്ള ഒരു കഴിവാണ്. അപ്പോൾ അത് കൃത്യമായി ചിട്ടയായി ഞങ്ങളുടെ നാട് കണ്ടിട്ടില്ലാത്ത വിധം ഒരു പാടത്ത് ഒരു ഓപ്പൺ സ്റ്റേജൊക്കെ കെട്ടി, പരമ്പരാഗത അമ്പല ഉത്സവങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേജ് അല്ലാത്ത ഒരു ചാനൽ ഇവൻറ്റിൻ്റെ പോലത്തെ അത്രയും മനോഹരമായ ഒരു ആങ്കറൊക്കെ വെച്ച്, ആങ്കറൊന്നും വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടിയൊന്നും അവരാരും കണ്ടിട്ടില്ല. അങ്ങനെ ചിട്ടയായിട്ട് നടത്തിയ പരിപാടി. അതിൻ്റെ ഘോഷയാത്ര മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു സ്ഥലത്തുനിന്ന്, ഒരടമ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഈ അമ്പലത്തിലേക്ക് ഒരു ഘോഷയാത്ര വെച്ചു. വെറുതെ ആളുകൾക്ക് എല്ലാവർക്കും അതിൽ പങ്കാളികളാവാൻ വേണ്ടിയിട്ട്. കാരണം അമ്പലത്തിൻ്റെ മുറ്റത്ത് പോലും അല്ല ഉത്സവം ഞാൻ നടത്തിയത്, അമ്പലത്തിന് പുറത്തുള്ള പാടത്താണ്, എല്ലാ സമുദായത്തിലുള്ളവർക്കും പങ്കെടുക്കാൻ വേണ്ടി. അത് വൻ വിജയമായി ഇങ്ങനെ വരുമ്പോൾ അവസാന നിമിഷം ഞാൻ പരിപാടിയിലില്ലാത്ത കുറേ ആളുകളെ ഇതിനകത്തുള്ള സഖാക്കൾ കുത്തിക്കയറ്റിയിരിക്കുന്നു. ബാനറിൻ്റെ മുമ്പിൽ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, എന്താ പറയുക, ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, സഖാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും പ്രാതിനിധ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷെ പിന്നീട് പാർട്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി, അത് പൊതുവേ CPM-ന് എല്ലായിടത്തുള്ളൊരു പരിപാടിയാണ്. അതായത് എവിടെയെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിൻ്റെ ആൾ നമ്മളാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. എല്ലായിടത്തും ഉള്ളതാണ് എട്ടുകാലി മമ്മൂഞ്ഞാവുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ ബോധപൂർവം എൻ്റെ അനുവാദമോ അറിവോ ഇല്ലാതെ, ഒരു തരത്തിലുള്ള വിഭാഗീയത ഇല്ലാതെ എല്ലാവരും ചേർന്നാണ് നടത്താനുള്ള തോന്നൽ വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. അത് പക്ഷേ തകർത്ത് കളഞ്ഞ CPM-ആണ്. അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ഭീകരമായിട്ടുള്ള സങ്കടങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ സ്മാരക വിഷയം വന്നപ്പോൾ MA ബേബീനെ വിമർശിച്ചു എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാട് എന്ന് പറഞ്ഞാൽ കണക്കറ്റ് ഉപദ്രവിച്ചു. എന്നിട്ട് ഞാനൊന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന PP വാസുവിനോട് ഞാൻ നേരിട്ട് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ പാർട്ടി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നാണക്കേടാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, നിങ്ങൾ വലിയൊരു പാർട്ടിയാണ്. അപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ നിങ്ങളൊന്ന് വിളിക്കുന്ന പോലുമില്ല. എന്തായിരിക്കും, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വിളിക്കുന്ന പോലുമില്ല. അങ്ങനെ വന്ന് ഈ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് എന്നെ ദ്രോഹിച്ചത് മുഴുവൻ ഈ പാർട്ടിയിലുള്ള ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളായിരുന്നു. മറ്റേ ഹിന്ദുമത വിശ്വാസികൾ അതിലുണ്ടെങ്കിൽ പോലും അവർ മൗനം പാലിച്ച് ഇതിനെ അനുകൂലിച്ച് മിണ്ടാണ്ടിരിക്കുന്നു, പ്രത്യക്ഷത്തിൽ ദ്രോഹിക്കുന്നതൊക്കെ അപ്പോൾ അവരാ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കുറേ കഴിഞ്ഞപ്പോൾ തെറ്റിദ്ധാരണ വന്നു, ഇവർ ഈ മതം വെച്ചുകൊണ്ടുള്ള സാധനം പാർട്ടിയുടെ കെയർ ഓഫിൽ പ്രയോഗിക്കുകയാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു ഭ്രാന്തമായ അവസ്ഥ കുറച്ച് കാലത്തേക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു ഒറ്റപ്പെട്ട് പോകുന്നവനിൽ എവിടെയും, അത് BJP-ക്കാർക്കാണെങ്കിൽ കലയും സാഹിത്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. കോൺഗ്രസ്സുകാർക്ക് പിന്നെ പറയണ്ടല്ലോ, ഒരു സാധാരണ എന്താ പറയുക, പ്രാദേശിക കോൺഗ്രസ്സിലൊന്നും അത്ര വലിയ അവബോധമുള്ള ആളുകളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ ജലാശയം ഉണ്ടാക്കുന്നു എൻ്റെ സ്വന്തം പൈസ കൊണ്ട്. അതിനെ ഇവർ എല്ലാവരും കൂടെ ഒരേപോലെ പാര വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് K. സുരേന്ദ്രൻ എന്നോട് ഇലക്ഷൻ നിൽക്കാൻ പറ്റുമോ വെച്ച് വിളിച്ചിട്ട് ഞാൻ ചിരിച്ച് തള്ളുന്ന എൻ്റെ റെക്കോർഡിങ് എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾക്കും ഞാൻ പോയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സംഘടനയിൽ പോലും ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാനല്ലാതെ ആയി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. കാരണം ദുരനുഭവങ്ങൾ വന്നിട്ട് എൻ്റെ സമീപനങ്ങളിലെല്ലാം അതിനെ തിരിച്ചു പിടിക്കാൻ എനിക്ക് കിട്ടിയൊരു അവസരമായിരുന്നു വേടനെതിരെയും കുംഭമേളയും. ഈ 2 വേടനെതിരെ ഈ സമൂഹം എടുത്ത സമീപനവും കുംഭമേള എന്ന് പറയുന്നൊരു പരിപാടിയും എന്നെ വീണ്ടും തിരിച്ച് ചിന്തിപ്പിക്കാൻ 2 കാരണങ്ങളായി മാറി. അപ്പോൾ വേടനെതിരെ നടത്തുന്ന അക്രമങ്ങൾ വല്ലാത്ത രീതിയിൽ എന്നെ വേദനിപ്പിച്ചു. കാരണം ആ കുട്ടീനെ എനിക്ക് ഇത്രയും ഫേമസ് ആവുന്നതിന് മുമ്പേ അറിയാം. അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫയറുള്ളൊരു പയ്യനാണ്, വളരെ സത്യസന്ധനാണ്, വളരെ ഫയറുള്ള ഒരുത്തനാണ്. ഈ ദളിതരായിട്ടുള്ള കുറേ ചെണ്ടക്കാർ നാട്ടിലുണ്ട്, മാരാന്മാരും പൊതുവാൾമാരായിട്ടുള്ള കുറേ ചെണ്ടക്കാർ നാട്ടിലുണ്ട്. ഈ ദളിതനായിട്ടുള്ള ആൾ കള്ളു കുടിച്ച് വന്നിട്ട് ചെണ്ട കൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും, മാരാരും പൊതുവാളും കള്ളു കുടിച്ച് വന്ന് ചെണ്ട കൊട്ടിയാൽ അതൊരു വിഷയമേ അല്ലാതെ ഒതുക്കി തീർക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് കേരള സമൂഹം. അത് ആ കാര്യത്തിൽ കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ആയിട്ടുള്ള ഹിന്ദുക്കൾ ഒരേ നിലപാടാണ്. അപ്പോൾ അത്തരത്തിൽ വേടനെ ഉപദ്രവിക്കുന്നു. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന് ഒരുപാട് തെമ്മാടിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാളൊരു പിള്ള സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളെ എന്താ പറയുക, BJP-ക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള
എന്താ പറയുക, നായന്മാരോ അല്ലെങ്കിൽ ശൂദ്രന്മാരോ അയാളെ വിമർശിക്കാൻ ഇത്ര ആവേശം കാണിച്ചിട്ടില്ല ആ കാലത്ത്. അന്ന് അയാൾ കോൺഗ്രസ്സിലുള്ള സമയം പോലെ അയാൾ ഒരുപാട് തെമ്മാടിത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെമ്മാടിത്തരം കാട്ടിയിട്ടുള്ള ഒരാൾ പിള്ളയായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളെ ഏൽക്കേണ്ടുന്ന വിമർശനങ്ങളൊന്നും അയാളെ ഏറ്റിട്ടില്ല. അയാൾ രക്ഷപ്പെട്ടു പോരുകയാണ് ഇപ്പോഴും. എന്നുവെച്ച് വേടൻ ചെറുതായിട്ട് രണ്ടെണ്ണം അടിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ മദ്യപാനത്തിനെതിരാണ്. കലാകാരന് കല മാത്രമാണോ ലഹരി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും. മദ്യപിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടമെന്ന് വിശ്വസിക്കുന്നുമില്ല. പക്ഷേ വേടൻ കള്ളു കുടിച്ചാലോ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചാലോ അത് വലിയ പ്രശ്നമാവുക. അപ്പോൾ വേടനെ നിന്ന് കഞ്ചാവ് പിടിച്ചെന്നൊക്കെ പറയുന്ന സംഗതിയിലൊക്കെ ഒരുപാട് ദുരൂഹത ഉണ്ട്. തനിക്കാക്കി വടക്കാക്കാൻ വേണ്ടി പാർട്ടിക്കാർ തന്നെ ഓപ്പറേറ്റ് ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും. ആ വേടനെ ഇങ്ങനെ ആക്രമിക്കുക, വെറുക്കപ്പെട്ട രീതിയിൽ, അവൻ എന്തോ വലിയ അപകടം ചെയ്ത രീതിയിൽ നന്ദഗോവിന്ദം വരുന്ന സമയത്ത് അത് ഭയങ്കര സംഭവമായിട്ട് പറയുക. ഈ നന്ദഗോവിന്ദക്കാർ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. അതിപ്പോൾ ഇനി 4 മാസം കൂടെ ഉണ്ടാവുള്ളൂ. ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. ജാതതൻ പ്രേമത്തോടാണെന്ന് യേശുദാസ് പാടിയ പാട്ട് നിന്നിട്ട് ഗാനമേളയിൽ പണ്ട് പാടിയിരുന്ന ഭക്തിഗാനമേള ഇരുന്ന് പാടുന്നു. അവരെല്ലാവരും ഒരേപോലത്തെ കുപ്പായിടുന്നു. ഇത്രയും വ്യത്യാസമുള്ളൂ. അത് 4 മാസം കൂടെ അതിന് ആയുസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്ദഗോവിന്ദം ഇവിടെ ഹൈന്ദവ ഏകീകരണത്തിന് വലിയ കാരണമായി തീരുകയാണ്. വേടം വരുമ്പോൾ മാത്രമല്ല ആൾ കൂടുന്നുള്ളൂ, നന്ദഗോവിന്ദം വെച്ചാൽ ആൾ കൂടുമെന്നുള്ള തുടങ്ങിയിട്ടുള്ള വളരെ വലിയ വങ്കത്തരങ്ങൾ ഇങ്ങനെ നിരന്തരം കാണുകയാണ്. അപ്പോഴാണ് കുംഭമേള വരുന്നത്. കുംഭമേളയിൽ വന്നൊരു സന്യാസി, മലപ്പുറത്തുള്ള ഏതൊരു ഉദ്യോഗസ്ഥൻ അവിടുത്തെ എന്തോ പാലമണിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് മൊത്തം മലപ്പുറം ജില്ലക്കാർ ഇതിനെതിരാണെന്ന് പറഞ്ഞുണ്ടാക്കുക. ഞാൻ ആ ഭാരതപ്പുഴയിലെ മണൽപ്പുറത്ത് ഞാൻ പാടാൻ പോയിട്ടുള്ളത് മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾ വിളിച്ചിട്ടാണ്. ഒരു കാടാമ്പുഴ തിരുനാവായ അമ്പലത്തിലെ കമ്മിറ്റിക്കാരൻ വിളിച്ചിട്ട് ഒരിക്കൽ പോലും ഞാനവിടെ പോയിട്ടില്ല. എന്നെ വിളിച്ച് പാടിച്ചിട്ടുമില്ല. ഞാനിപ്പോൾ ഈ മുസ്ലിം ലീഗിൽ ചേർന്നിട്ടൊന്നുമില്ലല്ലോ അന്ന്. ഇന്നിപ്പോൾ പറയാൻ കുറേ കാരണമുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ 7ഓളം പരിപാടികൾ മുടങ്ങി. ഇപ്പം തന്നെ ഈ മുസ്ലിം ലീഗിൽ ചേർന്നതിന് ശേഷം അതെ പരിപാടികൾ 7 പരിപാടികൾ ഇപ്പോൾ ഇതുവരെ മുടങ്ങി. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ മെസ്സേജ് കിടക്കുന്നുണ്ടാവും. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ ഹരിഗോവിന്ദനാവാൻ എനിക്ക് ഒരു എന്താ പറയുക, എൻ്റെ പൂർവികരുടെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ്. ഹരിഗോവിന്ദനാവാനുള്ള 2 അവസരങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടിയതാണ്. വേടനോടുള്ള അമിതമായ വെറുപ്പും ഈ കുംഭമേളയിൽ കണ്ട അമിതമായ വിദ്വേഷ പ്രചരണങ്ങളും. ആ സമയത്ത് തന്നെയാണ് വെള്ളാപ്പള്ളി ഇവിടെ വന്നിട്ട് തോന്നിയാസം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മകൾക്ക് പോലും ഞാൻ അച്ഛൻ ഒരു സംഖ്യയായിട്ട് മാറുന്നുണ്ട് കേട്ടോ, എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് മകൾ പോലും എന്നെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ അല്ലല്ലോ, ശരിയായിട്ടുള്ള അച്ഛൻ ഇതല്ലല്ലോ, നീ പറയുന്നതിൽ എനിക്കും സങ്കടമുണ്ട് ഞാനിങ്ങനെ ആയതിൽ. പക്ഷേ എനിക്ക് എന്നെ തിരിച്ചു പിടിക്കാൻ വല്ലാത്തൊരു വ്യഗ്രത രാത്രികളിൽ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കുറച്ചു കാലം ഫേസ്ബുക്കൊക്കെ മാറ്റി വയ്ക്കുകയും ചെയ്തു. എനിക്ക് ഉണ്ടായിരുന്ന ഒരുപാട് സൗഹൃദങ്ങൾ അതിലൂടെ നഷ്ടപ്പെട്ടു എൻ്റെ ഈ വഴിപഴക്കൽ കാരണം. പക്ഷേ ലീഗിലേക്ക് ചേരാനുള്ളൊരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്താൻ ബോധപൂർവം തീരുമാനിച്ചത് ഈ യഥാർത്ഥ ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്താണ് എന്ന് എന്താ പറയുക, എനിക്ക് തന്നെ ധൈര്യം പകരാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ പറയുമ്പോഴേ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി അച്ഛൻ്റെ പ്രസ്താവനയെക്കുറിച്ച് സൂചിപ്പിച്ചു. അതായത് മലപ്പുറത്ത് ഇതര മതവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് വേറൊരു രാജ്യമാണ് എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നു. പൊതുവിൽ മലപ്പുറത്തെക്കുറിച്ച് ഇത്തരം കഥകൾ മുൻകാലത്തുമുണ്ട്. ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ അവിടെ ഭക്ഷണം കിട്ടില്ല എന്നോർത്തുള്ള പ്രചരണം മുമ്പുണ്ട്. ഇതൊരു മിനി പാകിസ്ഥാനാണ് എന്ന് മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഹരിഗോവിന്ദൻ അങ്ങാടിപ്പുറത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്. ഈ ഒരു അന്തരീക്ഷത്തെ ഇപ്പോൾ ഇടക്കാലത്തെങ്കിലും ഹരിഗോവിന്ദനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പ്രചാരണം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പ്രചാരണമല്ല. അതായത് CPM-ൽ പെട്ട ഇസ്ലാം മത വിശ്വാസികൾ മതത്തിൻ്റെ തന്നെ കളറുകൾ ദുരുപയോഗം ചെയ്യും. അവർക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു കുതന്ത്രമുള്ളൊരു പാർട്ടിയാണത്. TP ചന്ദ്രശേഖരൻ വധം നടന്നതിന് ശേഷം മാഷാള്ള എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് മുസ്ലിങ്ങളെ തലേക്ക് ഇടാൻ നോക്കിയ ആൾക്കാരാണ് അവർ. അമ്മാതിരിത്തെ കുതന്ത്രങ്ങൾ അവർ ജീവിതത്തിൽ അവർ പ്രവർത്തിക്കുന്ന എല്ലായിടത്തും അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുതന്ത്രങ്ങളിൽ ആണ് ഞാൻ കുറച്ചു കാലം പെട്ടുപോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഞെരളത്ത് കലാശ്രമം സ്ഥാപിച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ ഇടയ്ക്ക കൊട്ടി പാടിക്കുന്നത് ജൗഷൽ ബാബു എന്ന് പറയുന്ന മുസ്ലിം പയ്യനെ കൊണ്ടാണ് അതിൻ്റെ സോപാനത്തിൽ നിർത്തി അച്ഛൻ്റെ ഇടയ്ക്ക പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലോകത്തിലെ തന്നെ വാദ്യം പ്രതിഷ്ഠിച്ച ആദ്യത്തെ അമ്പലമാണ്. വ്യവസ്ഥാപിത ക്ഷേത്ര സങ്കല്പങ്ങളെ പൊളിക്കാൻ വേണ്ടിയാണ് ഞാനത് ഉണ്ടാക്കിയത്. അത് വിജയിച്ചു. ആദ്യം പാടിച്ചത് ജൗഷൽ ബാബു, പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രത്തിലെ ജോലിക്കാരാണ്. 5 നേരം നിസ്കരിക്കുന്ന ജൗഷൽ ബാബുവിനെ കൊണ്ടാണ് ഞാനവിടെ പാടിച്ചത്. അവൻ ഇടയ്ക്കൊട്ടി പാടാൻ മിടുക്കനാണ്, ചെണ്ടകൊട്ടും അവിടുത്തെ സ്റ്റാഫുമാണ് അവൻ. രണ്ടാമത് പഠിച്ചൊരു പെൺകുട്ടിയെ കൊണ്ടാണ്. ഇതൊന്നും വ്യവസ്ഥാപിത എന്താ പറയുക ആചാരങ്ങളിൽ ഇല്ലാത്തതാണ്. അങ്ങനെ കലഹിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ആ സ്ഥാപനത്തിൻ്റെ മുകളിൽ കള്ള് കുപ്പി ഉപയോഗിച്ച കോണ്ടം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് രാത്രി ഇട്ടിട്ട് പോവുക, കണ്ണി കണ്ടത് എഴുതി കെട്ടി തൂക്കുക, അതൊക്കെ ചെയ്തിരുന്ന നാട്ടിലെ CPM-മാരായിരുന്നു. അങ്ങനെയുള്ള തോന്നിവാസങ്ങൾ മുഴുവനെ
ഞാൻ അനുഭവിച്ച സമയത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ എന്ന വേദന വന്നിട്ട് ഞാൻ അറിയാതെ അവരോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ പിന്നെ ഈ പറയുന്ന സാധാരണ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു സാധനമുണ്ട്, ഈ വാട്സപ്പ്. ഇപ്പോൾ ഇരുന്നിട്ട് എല്ലാവരും വാട്സപ്പിലൂടെ വർഗീയത പ്രചരിപ്പിക്കുക, ഫേസ്ബുക്കിലൂടെ വർഗീയത പ്രചരിപ്പിക്കുക. അപ്പോൾ ഞാനൊരു ദിവസം സന്യാസി സംഗമത്തിൽ കോഴിക്കോട് പാടാൻ പോയപ്പോൾ ഒരു അറിയപ്പെടുന്ന സഖാവായിട്ടുള്ള പഴയ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി ചീഫായിരുന്ന മാധവൻകുട്ടി എന്ന് പറയുന്ന ആൾ, എന്നെ വലിയ ഇഷ്ടമുള്ള ഒരാൾ, എന്നെ കടുത്ത രീതിയിൽ വിമർശിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സന്യാസി സംഗമത്തിൽ പോയാലും എവിടെ പോയാലും എടുക്കുന്ന സമീപനം ഒന്നാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പാടുമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ എന്നോട് വെറുപ്പുണ്ടായിരുന്ന സകല സംഘികളും വന്നിട്ട് എന്നെ അനുകൂലമായിട്ട് എന്നെ സ്തുതിക്കലും പുകഴ്ത്തലും തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സാധനം അതിൻ്റെ വലയത്തിൽ കുറച്ചു കാലം പെട്ടുപോയി. അത് സത്യം തന്നെയാണ്. അത് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ കേരളത്തെ കലാശ്രമം ഉണ്ടാക്കിയിട്ട് പിന്നെ ചെയ്ത പണി എന്താ വെച്ചാൽ, അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങളെ ജീവിക്കാൻ ഭക്ഷണം തന്ന് സഹായിച്ച ഏനതി ഹാജി എന്ന് പറയുന്ന പുല്ലൂർ ശങ്ങാട്ടിലെ ഏനതി ഹാജിയുടെ വീട്ടിലത്തെ കുടുംബത്തിലെ ഒരു പ്രതിനിധി, അതേപോലെ തന്നെ ഞങ്ങൾ സഹായിച്ച പൈനമ്പ്ര ഞങ്ങളുടെ ചേട്ടന്മാരെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളാണ്, പൈനമ്പ്ര ചേട്ടന്മാരുടെ വീട്ടിലെ ഒരു പ്രതിനിധി, ഈ 2 പേരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു എന്താ പറയുക തിരുമാന്താംകുന്നിൻ്റെ യഥാർത്ഥ പ്രതിഷ്ഠ നിർവഹിച്ച ദളിത കുടുംബമുണ്ട്, പാണ കുടുംബം എന്ന് പറയും. അവരാണ് ശരിക്കും അത് പ്രതിഷ്ഠിച്ചത്. പിന്നെ അത് ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിലേക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഓരോരുത്തരെയും മുമ്പിൽ നിർത്തിയിട്ട് അച്ഛൻ്റെ ഇടയ്ക്ക തിരുമാന്താംകുന്നിൻ്റെ തെക്കേ നടക്കുന്ന എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് ഞാൻ 2 വർഷം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഹരിഗോവിന്ദനായിരുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ സഖാക്കളുടെ നിരന്തരമായിട്ടുള്ള പ്രാദേശിക സഖാക്കളുടെ നിരന്തരമായിട്ടുള്ള ഉപദ്രവം, കോൺഗ്രസ്സുകാർ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, BJPക്കാർ എന്താ പറയുക, ഇവരെന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് നോക്കി നിൽക്കുക എന്നല്ലാതെ ഓന് മാപ്പിളാരല്ലേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സമദാനി സാറിനെ കൊണ്ടാണ്, ഈ കലാശ്രമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിപ്പിച്ചത്. അങ്ങനെ അവർ നോക്കുമ്പോൾ എല്ലാ മുസ്ലിങ്ങളായിട്ട് മാത്രമാണ് ഇവന് അലയൻസ് ഉള്ളതെന്നും പറഞ്ഞിട്ട് BJPക്കാർ മാറി നിൽക്കുക. ഇവൻ UDFനെ നാട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണെന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഉപദ്രവിക്കുക. കാരണം ഞാൻ അവരെ വിമർശിച്ചല്ലോ, MA ബേബി അച്ഛൻ്റെ സ്മാരകം നിർമ്മിക്കാൻ വാക്ക് തന്ന് 12 കൊല്ലം, MA ബേബി മാത്രമല്ല ആൻ്റണി മറ്റേ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഒരു തവണ. അങ്ങനെ 2 കൂട്ടരും UDF LDFും അന്ന് അവഗണിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും പറയുന്നുണ്ട്, പക്ഷേ ഇവരെ മാത്രമാണ് എന്താ പറയുക അതിനകത്ത് കൂടുതൽ എന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ തോന്നിയിടങ്ങളിൽ മുഴുവൻ കണ്ണി കണ്ട് പറഞ്ഞു പരത്തുക, വേണ്ടാത്ത സൈബർ ആക്രമണങ്ങൾ, ചിത്രങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക, അങ്ങനെ കുറേ ദ്രോഹങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സുമെടുത്തു, ആരും സഹായിക്കാനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ആരാണോ കുറച്ച് സ്നേഹം തരുന്നത് വെച്ചാൽ അവരെ കൂടെ അല്ലെങ്കിൽ അവരുടെ വേദി ആ ഘട്ടത്തിലാണോ കേരളത്തിൻ്റെ ഇടക്ക ലേലത്തിന് വെക്കാൻ ഇടയ്ക്ക് ലേലം ചെയ്യാൻ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ അച്ഛൻ്റെ സ്മാരകത്തിന് വാഗ്ദാനം തന്നിട്ട് എന്താ പറയുക അത് ചെയ്യാത്ത സമയത്താണ്. 12 കൊല്ലം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ സ്മാരകം നിർമ്മിക്കുമെന്ന വാഗ്ദാനം വന്നു, പക്ഷേ ആരും ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് കൂടി ആലോചിച്ചു, അവർക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അവരുടെ അടുത്തും പൈസ ഇല്ല, അവർക്ക് തീരുമാനം എടുക്കാനും കഴിയുന്നില്ല. അപ്പം ഞാൻ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴാണ് പറഞ്ഞത്, എൻ്റെ അച്ഛൻ്റെ സ്മാരകം എന്ന് ഉദ്ദേശിച്ചത് ഞെരളത്ത് രാമപൊതുവാളുടെ മഹിമ പ്രചരിപ്പിക്കാനല്ല. ആ പേരും പറഞ്ഞ് കേരളത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത് വെറും ക്ഷേത്ര സംഗീതം മാത്രമല്ല, ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും പുള്ളംപാട്ടും മാപ്പിളപ്പാട്ടും കളമെഴുത്തുപാട്ടും എല്ലാം ചേരുന്നതാണ് കേരളത്തിൻ്റെ സംഗീതം. അപ്പോൾ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി എനിക്കൊരു സംവിധാനം വേണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് വർത്തമാനം പറയൽ മാത്രമല്ലാതെ അത് പ്രചരിപ്പിക്കുന്ന ഇവൻറ്റുകൾ നടത്താനും അതിൻ്റെ ക്യാമ്പുകൾ നടത്താനൊക്കെ ഒരു സംവിധാനം വേണം, അതിൻ്റെ മ്യൂസിയം വേണം, അതിൻ്റെ കുറേ റെക്കോർഡിങ്ങൾ സൂക്ഷിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്മാരകം ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഞെരളത്ത് രാമപൊതുവാളയുടെ സ്മാരകം ഉണ്ടാക്കി ഞെരളത്ത് രാമപൊതുവാളുടെ പ്രസിദ്ധി വർദ്ധിപ്പിക്കാനല്ല. അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതൊരു സാർത്ഥമായൊരു കാര്യമല്ലേ. അതിനെ ഈ 2 കൂട്ടരും UDF LDFും മാനിക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ അച്ഛൻ്റെ സ്മാരകം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഇടയ്ക്ക വിറ്റിട്ട് പൈസ കണ്ടെത്തേണ്ടെന്ന് ഗതികേടിലാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ അച്ഛൻ്റെ ഇടയ്ക്ക വിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ ഇടയ്ക്കാണ് പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കുറച്ച് പേര് സഹായിച്ചു, ഇപ്പോൾ ചോദിക്കാതെ തന്നെ കുറച്ച് പേര് സഹായിച്ചു. ബാക്കി എൻ്റെ ബാക്കി 17 ലക്ഷം രൂപ കടം വന്നു ഇതുണ്ടാക്കിയിട്ട്. അങ്ങനെ ഒക്കെ ഇരിക്കുമ്പോഴും ഈ ഉപദ്രവത്തിനൊരു കുറവുമില്ല. ഇവർക്ക് എന്താ പറയുക, നമ്മളെ ഓൺലൈനിലൊക്കെ കുറച്ചൊക്കെ അനുകൂലമായിട്ട് സഹായിക്കുമെങ്കിലും BJPക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവുന്നില്ല. അങ്ങനെ ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടുകയാണ്. ഈ വീടാണെങ്കിൽ വിറ്റിട്ട് കടം തീർത്തിട്ട് ഞാൻ ഈ സ്ഥാപനം സംരക്ഷിക്കുകയും ഞാൻ ഷൊർണൂരിലേക്ക് താമസം മാറുകയും ചെയ്തു. അതിനും ഒരുപാട് ഉപദ്രവിച്ചു. ആ വീട് വിൽക്കുന്ന ഘട്ടത്തിലും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ, അന്ന് എന്നെ ഉപദ്രവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എന്താ പറയുക ഇസ്ലാം മത കുടുംബത്തിൽപ്പെട്ട ആൾ അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിയിൽ നിന്ന് പുറത്തായി, വേറെ ചില കാരണങ്ങളല്ല. അയാൾ എല്ലായിടത്തും കുത്തിത്തിരിപ്പുകാരനായിരുന്നു. അതെനിക്കറിയില്ല, ഞാൻ എൻ്റെ ഉപദ്രവം മാത്രമേ നോക്കുന്നുള്ളൂ. അയാളിപ്പോൾ പാർട്ടിയിലില്ല. അന്ന് എന്നെ പ്രധാനമായിട്ടും സഹകരിക്കുന്ന സ്ത്രീകളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വേശ്യാവൃത്തി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ ഒരു നായരുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. അവൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല, അവൻ ഇപ്പോൾ കോൺഗ്രസ്സിലെ മറ്റാണ്.
അവരുടെ ഈഗോ ആയിരിക്കാം, അസൂയായിരിക്കാം, അവരെ സെക്രട്ടറി പ്രസിഡന്റ് ആക്കിയില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ പിന്നെ സ്ഥാപനം ഉണ്ടാക്കുന്നത്, ഇനിയിപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതിൻ്റെ അസൂയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെയാണ് ഇടയ്ക്കലേലെ വിവാദം അവസാനിച്ചു. അതോടുകൂടി അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിലെ തന്നെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ആദ്യത്തെ ക്ഷേത്രമാണ്. വാദ്യം പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ്. ഞാനിപ്പോൾ അടുത്ത് പറഞ്ഞു, ഞാൻ വല്ലാണ്ട് അവശനാവുന്ന കാലത്ത് ചിലപ്പോൾ എന്നെ പൊളിച്ചു കളയും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിനെ വെച്ചിട്ട് ആൾക്കാർ ക്ഷേത്രവും ഇതുണ്ടാക്കിയിട്ട് പൂജിക്കുന്നത് പോലെ നാളെ ചിലപ്പോൾ അതും ഒരു, ഞാൻ എന്തിനായാലും വ്യവസ്ഥാപിത ക്ഷേത്ര പൗരോഹിത്യത്തിനെതിരായിരുന്ന ഞാൻ ഉണ്ടാക്കിയൊരു സ്ഥാപനം വെച്ചിട്ട് അതേ സാധനം വീണ്ടും ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടാകും. ചിലപ്പോൾ പൊളിച്ചു കളയുന്ന സാധ്യതയുണ്ട് ഞാൻ. ഓക്കെ, ഈ അന്തരീക്ഷത്തിനെല്ലാം ലീഗ് എങ്ങനെയാണ് പരിഹാരമാകുന്നത്? അല്ല, ഈ സമയത്ത് ഞാൻ ഈ ഞെരളത്ത് കലാശ്രമം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ UDF വളരെ സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ. എന്നിട്ട് പോലും ഈ സമദാനി സാർ ഉദ്ഘാടനത്തിന് വരുന്നു. അന്ന് ഞാൻ ഒന്നും ആവശ്യപ്പെടാതെ മുന്നോട്ട് വന്ന്, ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഉമ്മർ അറക്കൽ എന്ന് പറയുന്ന മണ്ഡലം ലീഗ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് എനിക്ക് 10,000 രൂപ സ്ഥാപനത്തിന് ഡൊണേഷനായിട്ട് ആ ചടങ്ങിൽ വെച്ച് കൊണ്ടുതരുന്നത്. പരസ്യമായിട്ടാണ് തരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ആരോടൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ വിചാരിച്ച എല്ലാവരും എതിരാണ്, എല്ലാവരും നമുക്കെതിരാണ്, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളതിലാണ്. വീട്ടുകാർക്ക് പോലും എന്നോട് ഇതായി തുടങ്ങി. കാരണം ഇത്രയും ആൾക്കാർ എതിരായി നിൽക്കുമ്പോൾ നീ എന്തിനാ അതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാൻ തുടങ്ങി വീട്ടിലുള്ളവരും കൂടി. അന്ന് അമ്മയുള്ള സമയമാണ്, ഇപ്പം അമ്മയില്ല. അതുപോലെ തന്നെ അന്ന് ഭരിച്ചിരുന്ന ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കോറോഡൻ റംലയാണ് അവിടേക്ക് ടാർ ചെയ്ത റോഡ് ഉണ്ടാക്കി തന്നത്. അവർ സ്വയം സന്നദ്ധരായിട്ട് വന്നിട്ട് ഒരു തവണ കാണാൻ വന്നു, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടു, അപ്പോൾ ഒന്ന് കാണാമെന്നാണ് പറഞ്ഞു. അത് ലീഗുകാർ ഞാൻ പറയാതെ ചെയ്തു തന്നൊരു കാര്യമാണ്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ സ്ഥാപനത്തിലാണ് ഒരു നബിദിന റാലിക്ക് സ്വീകരണം കൊടുക്കുന്നത് ഞാനാണ്. അവിടെ ഞാൻ ലീഗിന് പ്രത്യേകിച്ചല്ല കൊടുക്കുന്നത്, ലീഗിൻ്റെ ഒരു റാലിയൊന്നും ആയിരുന്നില്ല. അത് അവിടുത്തെ മദ്രസയിൽ നിന്ന് ഒരു റാലി എല്ലാ കാലത്തും ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊരു മാപ്പിളാര പരിപാടി എന്നുള്ള നിലയ്ക്ക് അവിടെ ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, പഞ്ചായത്തിൽ മൊത്തത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ മദ്രസയിൽ വൈകുന്നേരം വലിയ എന്താ പറയുക പ്രസംഗം ഉണ്ടായിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു ഹൈന്ദവ സഹോദരൻ, നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നു ഞെരളത്ത് കലാശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലമാണ് തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരുത്തൻ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളെന്തിനാ അങ്ങോട്ട് പോയത് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അങ്ങനെ അവർക്ക് സ്വീകരണം കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ എൻ്റെ സ്നേഹം അവർക്കും അവരുടെ സ്നേഹം എനിക്കും മനസ്സിലാക്കാൻ പരസ്പരം ചർച്ചകളൊന്നും ഇല്ലാതെ തന്നെ അവസരങ്ങളുണ്ടായി. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ കലാശ്രമത്തിൻ്റെ തൊട്ടടുത്തൊരു പള്ളി വന്നു. ആ നാട്ടിൽ പള്ളി ഉണ്ടായിരുന്നില്ല. പള്ളി വന്നപ്പോൾ ഞാൻ ആരോടും പറയാതെ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആളാവാൻ വേണ്ടിയിട്ടാണ്, കപട മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി കൊടുക്കാറില്ല. ആ പള്ളിയിലേക്കുള്ള മുഴുവൻ ലൈറ്റും ഞാനാണ് കൊടുത്തത്. കാരണം ഈ കലാശ്രമത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ എപ്പോഴും വരാറുള്ള ഹംസത്തലി എന്ന് പറഞ്ഞാൽ അവനാണ് കലാശ്രമത്തിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിന് അവനാണ് വന്നിട്ടുള്ളത്. ഇവിടെയും അവനാണ് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പള്ളിയുടെ വിശേഷങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടെ എത്ര അന്ന് CFL ലാമ്പാണ്, എത്ര ലാമ്പ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ പറയുമെന്ന് പറഞ്ഞു. അതിപ്പോഴും പള്ളി കമ്മിറ്റിക്കാർക്ക് പോലും അത് അറിയുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, ആരോടും പറയരുത്, നിൻ്റെ വക നീ വാങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സഹകരിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് ഞങ്ങളെ ഒരു ഹിന്ദു പുരോഹിത വിഭാഗമോ നായർ സർവീസ് സൊസൈറ്റിയോ അല്ലെങ്കിൽ സംഘടനകളോ BJPക്കാരോ ഒന്നും സഹായിച്ചിട്ടില്ല ഞങ്ങൾ പട്ടിണി കിടക്കുന്ന കാലത്ത്. അതുണ്ടായിട്ടുള്ളത് ഇവരിൽ നിന്നാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ലീഗിൻ്റെ പ്രവൃത്തികൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ ദൂരെ നിന്നിട്ടേ കണ്ടിട്ടുള്ളൂ. അതും കഴിഞ്ഞ് ഞാൻ ACB ന്യൂസിൽ ജോലി ചേർന്ന കുറേ കാലമുണ്ട്. ഈ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് അന്ന് ഞാൻ തങ്ങന്മാരുടെ വീട്ടിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട് മലപ്പുറത്ത്. അന്ന് അവരെ ആശ്രയിക്കുന്ന വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ മുറ്റത്ത് കണ്ടിട്ടുള്ള ഹിന്ദുക്കളെയാണ്. ഇതെല്ലാം എന്നിൽ അത്ഭുതം ഉണ്ടാക്കിയ ഓർമ്മകളാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ച് സ്നേഹം അങ്ങോട്ട് കാണിച്ചാൽ എത്രയോ അധികം സ്നേഹം തരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. ശത്രുക്കളോട് പോലും ശത്രുത കാണിച്ച ഒരു ചരിത്രം മലപ്പുറത്ത് ലീഗിനില്ല. ഇപ്പോൾ തളിയിൽ ക്ഷേത്രത്തിൽ വാതിൽ കത്തുന്ന സമയത്ത് ശിഹാബ് തങ്ങളാണ് വന്നത്. ആ വാതിൽ കത്തിച്ച് ആരാൻ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. കാരണം അത് പുറത്തുനിന്നുള്ള മതത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല. അതിൻ്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന പോലീസ് വിജയേട്ടൻ, SP വിജയൻ എന്ന് പറയുന്ന ആളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട് അവർ ആ കേസ് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക ചെയ്തത്. എന്നിട്ട് പോലും അവിടെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഓടി വന്ന ശിഹാബ് തങ്ങളാണ്. ശബരിമലത്തെ തന്ത്രിയോ ഗുരുവായൂരത്തെ തന്ത്രിയോ ഓടി വന്ന ചരിത്രമില്ല. അപ്പോൾ ഈ ഓർമ്മകളെല്ലാം എൻ്റെ ഉള്ളിൽ സത്യസന്ധമായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ലീഗാണ് കൂട്ടത്തിൽ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു പാർട്ടി
പ്രവൃത്തിയിൽ എൻ്റെ അനുഭവത്തിൽ ലീഗാണ് എന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ശക്തമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 10-12 കൊല്ലം മുമ്പേ ഞാൻ പറയാറുണ്ട്, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ ലീഗിലേ ചേരുള്ളൂ. എനിക്ക് ഒരു പാർട്ടിക്കാരും താല്പര്യമില്ല, പാർട്ടിക്കാരെല്ലാം ഒരുപോലെയാണ്. പക്ഷേ തമ്മിൽ ഭേദമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ലീഗിനെ ഉള്ളൂ. വ്യക്തിപരമായ അനുഭവത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇതൊക്കെ ശരിയായിരിക്കാം. അതായത് ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹം അതൊരു പക്ഷേ അല്ല, അവരൊരു കാര്യലാഭത്തിനും ചെയ്തതല്ല. അല്ല, ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയിൽ കാണിക്കുന്ന ഒരു അടുപ്പമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തിൻ്റെ ഒരു പ്രകടനമായിരിക്കാം. അങ്ങനെ വ്യക്തിപരമായ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു പാർട്ടി സിസ്റ്റം എന്ന നിലയ്ക്ക് ലീഗിനെ കാണുമ്പോൾ അതിലും ഇതര പാർട്ടികളിലുള്ളതുപോലെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതാ ഞാൻ പറഞ്ഞത്, പ്രതിസന്ധികളും ലീഗ് എല്ലാം തികഞ്ഞൊരു പാർട്ടിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ, കേരളത്തിലെ ഒരു സംഘടനകൾക്കും എല്ലാം തികഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും പാർലമെൻ്ററി പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് ഒരുപാട് തരത്തിലുള്ള നീക്കുപോക്കുകൾ നിർബന്ധമായും ചെയ്യേണ്ടി വരും. അതിനകത്തുള്ള അന്തസംഘർഷങ്ങൾ ഇപ്പോൾ എല്ലാ പാർട്ടികളും കേരളത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് പുറത്തുനിന്നുള്ള എതിരാളികളെ നേരിടാനല്ലല്ലോ കേരളത്തിലൊരു പാർട്ടിയും കഷ്ടപ്പെടുന്നത്. അകത്തുള്ള അന്തസംഘർഷങ്ങളെ നേരിടാനാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നീതിപൂർവകമല്ലാതെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. അതൊക്കെ ലീഗ് എന്നുള്ള പാർട്ടിയുടെ എന്താ പറയുക ആഭ്യന്തര കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. മറിച്ച് ലീഗോ അല്ലെങ്കിൽ ലീഗിന് നേതൃത്വം കൊടുക്കുന്ന ശിഹാബ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ പ്രതിയാണോ? ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമാണ് ഞാൻ CPM ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിച്ചത്. അന്ന് മുതലാണ്. അന്ന് മുതലേ എനിക്ക് താല്പര്യമില്ലാത്തൊരു പാർട്ടിയാണത്. പക്ഷേ പിന്നെ അവർ നന്നാവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ താരതമ്യേന വ്യക്തിപരമായ അനുഭവത്തിനപ്പുറത്തേക്ക് സമൂഹത്തിൽ മലപ്പുറം ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നൊരു പാർട്ടിയെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരുടെ നേതൃത്വത്തിൽ നിന്ന് അവരുടെ വ്യക്തികളായിട്ടുള്ള ചില വീക്ക്നെസ്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതിപ്പോൾ എല്ലാത്തിലും ഉള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരിലും ഉണ്ടാവുമല്ലോ, നമ്മളെല്ലാം അവരുടെ വീട്ടിലും ഇല്ലല്ലോ. അതല്ലാതെ ലീഗിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഏതെങ്കിലും ആളുകളിൽ നിന്ന്, ഇപ്പോൾ ഇർഷാദ് എന്ന് പറഞ്ഞ ആൾ മോശമായിട്ട് പെരുമാറിയ പെട്ടെന്ന് നടപടി ഉണ്ടായില്ലേ? അത് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമല്ല, ആ അത്തരത്തിലുള്ള ഒരു സമീപനം ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള പുറത്തേക്കുള്ള അപഖ്യാതി പ്രചാരണത്തിന് എതിരെയുള്ള ഒരു റിയാക്ഷൻ കൂടിയാണോ ഹരിഗോവിന്ദൻ? തീർച്ചയായും പ്രധാനമായും ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്നു. അപ്പോൾ വളരെ ദുഷ്ടചിന്തയുള്ള ആളുകൾ ആദ്യം ഓന് പൈസ ഇട്ടിട്ടുണ്ടാവും എന്ന് പറയും, സ്വാഭാവികമായിട്ടും. വേറെ പറയും ഓൻ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റും അതിൻ്റെ സ്ക്രൂട്ടിനി ഡേറ്റും കൂടി കഴിഞ്ഞിട്ടേ ചേരുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ച. പ്രത്യേകം ഞാൻ KNA ഖാദർ സാറിനോട് പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കും, പക്ഷേ ചേരേണ്ടത് ഇപ്പോഴാണ്. കാരണം LDF വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക എന്നുള്ളത് എൻ്റെയും കൂടി വ്യക്തിപരമായിട്ടൊരു അജണ്ടയാണ്. LDF തകരരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇടതുപക്ഷ സംവിധാനം കേരളത്തിൽ തകരരുത് എന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആഗ്രഹമില്ല. അല്ല, ആ സംവിധാനം ഇല്ലല്ലോ, ഇടതുപക്ഷം ഇല്ലല്ലോ. ഇപ്പോൾ BJP-കാരൻ ചെയ്യുന്നതിനേക്കാൾ വലിയ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അതുപോലെ തന്നെ ഒരു മാന്യതയുള്ളൊരു മനുഷ്യൻ, ഒരു നേതാവ് സംസാരിക്കേണ്ട ഭാഷയാണോ പിണറായി വിജയൻ സംസാരിക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള നെറികെട്ട ആളുകളിൽ നിന്ന് ഇനി ഞാൻ ഇടതുപക്ഷത്തിൻ്റെ നന്മകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ട് പോലും വെള്ളാപ്പള്ളിയെ പോലൊരാൾ വന്നിട്ട് ഇത്തരത്തിൽ തോന്നിയാസം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പിണറായി അതിനെ വിമർശിക്കണ്ടേ? വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ പിണറായി വിമർശിക്കണ്ടേ? ഏതെങ്കിലും ഒരു നേതാവ് വിമർശിച്ചോ? രമ്യ ഹരിദാസിനെ കുറിച്ച് വിജയരാഘവൻ എന്തെല്ലാം തോന്നിയാസം പറഞ്ഞു. ഇന്നിപ്പോൾ ഈ കരയുന്ന പ്രതിഭ ഒരു വാക്ക് പ്രതിഷേധിച്ചോ? എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകളെക്കുറിച്ച് നമ്മുടെ നേതാവായാലും പുറത്തുനിന്ന് നേതാവായാലും ഈ പറയുന്ന അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിഭ പറഞ്ഞോ? ഇല്ലല്ലോ. ഇന്നിപ്പോൾ പ്രതിഭ കരയുമ്പോൾ എല്ലാവർക്കും വലിയ വാർത്തയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ മോശപ്പെട്ട സമീപനങ്ങൾ എടുക്കുന്ന പാർട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ നന്മ പ്രദർശിപ്പിക്കാൻ ഇനി വേറെ ആരും അവിടെ അവശേഷിക്കുന്നില്ല. അത് ലീഗിന് തന്നെ പറ്റുള്ളൂ. അവിടുത്തെ ഹിന്ദുക്കൾ പോലും ആവശ്യമില്ലാതെ ഒരു ദുരനുഭവങ്ങളില്ലാഞ്ഞിട്ട് പോലും ഈ കുംഭമേള പോലത്തെ സംഗതികൾ വരുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിഭാഗവൽക്കരിക്കപ്പെടുന്നുണ്ട്. അവർക്ക് നല്ല അവിടുത്തെ എത്രയോ ഹിന്ദുക്കൾ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇന്നും. അതില്ലാണ്ടാവില്ലേ നാളെ? ഇസ്ലാം മത രാഷ്ട്രങ്ങളിൽ പോയിട്ടല്ലേ ഒരുപാട് ഹിന്ദുക്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ എന്താവും സ്ഥിതി? ഇവരുടെയൊക്കെ ഈ അല്പന്മാർ വന്നിട്ട് ദുഷ്ടന്മാർ വന്നിട്ട് ഓരോ പ്രസ്താവന നടത്തിയിട്ട് അവർക്ക് അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ ബാക്കിയുള്ളവർ അനുഭവിക്കുന്നത് ചില്ലറ ദുരന്തമായിരിക്കുമോ? അതിൻ്റെ പേരിൽ എന്താ പറയുക, ഇങ്ങനെ പൊട്ടാനായിരിക്കുന്ന ബോംബ് പോലെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സമൂഹം വിജിലൻ്റ് ആവണം എന്ന് പ്രവചിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, ഒരു മുൻകൂട്ടി തയ്യാറായിരിക്കണം. സമൂഹം നശിക്കാൻ പോവുകയാണ്, നിങ്ങളതിൽ പെട്ടുപോകരുത് എന്ന് ആളുകളോട് ആഹ്വാനം ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്തം കലാകാരനുണ്ട്.
അത് ഞാൻ നേരത്തെ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, അവാർഡ് മേടിക്കലും പാട്ട് പാടലും വേദികളുടെ എണ്ണം കൂട്ടലും എല്ലാ കലാകാരൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ട് നമ്മളിതാ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് നമ്മൾ അതിൽ പെട്ടു പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ലീഗിൽ ചേർന്നത്. ഈ കലാകാരൻ്റെ മെസ്സേജ് എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലല്ലോ, കാരണം എൻ്റെ കലാപ്രവർത്തനം തന്നെയാണല്ലോ രാഷ്ട്രീയ. പാർലമെന്ററി പൊളിറ്റിക്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ? എൻ്റെ കലാപ്രവർത്തനം കാലങ്ങളായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. എനിക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ള തോന്നൽ ലീഗിൽ വരുമ്പോഴും ഇല്ല. അങ്ങനെ പാർലമെൻ്ററി പൊളിറ്റിക്സ് മാത്രം അറിയാവുന്ന ആളുകൾ അതിൽ വരുമ്പോഴാണ് അവർ എനിക്ക് അടുത്ത ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കണം, അല്ലെങ്കിൽ വാർഡ് മെമ്പറായിട്ടെങ്കിലും ഒന്ന് മത്സരിക്കണം, അല്ലെങ്കിൽ മറ്റേതര സ്ഥാനമാനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് വരുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ലോ, ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്ന എൻ്റെ കലാപ്രവർത്തനം തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കേരളത്തിൽ എത്രയോ അമ്പലങ്ങളിൽ കൊട്ടിപ്പാടുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ഇടയ്ക്ക് കൊട്ടിപ്പാടുന്ന എത്ര പേരുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കാണാറുണ്ട്? അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഹരിഗോവിന്ദൻ്റെ കലാപ്രവർത്തനം തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾക്കും കൂടി ചെറിയ തോതിലെങ്കിലും ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ പ്രവർത്തനം നടത്തുന്ന ആൾക്ക് പിന്നീട് പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ പാർലമെൻ്ററി പൊളിറ്റിക്സിൻ്റെ എന്താ പറയുക കളർഫുള്ളായിട്ടുള്ള ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാനൊന്നും സമയം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് അതൊന്നും എൻ്റെ വിഷയങ്ങളേ അല്ല. ഇപ്പോൾ ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനൊന്ന് അവരെന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും, ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യം? ഒന്നും ശ്രദ്ധിക്കാല്ലേ, നിങ്ങളിപ്പോൾ ജീവിക്കണമാതിരി ജീവിച്ചാൽ മതി, ഇവിടെ വന്നു വെച്ചിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മാറ്റേണ്ടതില്ല. ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ഗായത്രി മന്ത്ര ഉപാസന രാവിലെ 108 ഗായത്രി ജപിക്കുന്ന ശീലം എനിക്കുണ്ട്. അതിൻ്റെ മാലയാണിത്, നമ്മൾ ദസീവ് മാല എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ ജപമാലയാണിത്. ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെയും തങ്ങളുടെ അടുത്ത് പോയത്. അതിനൊന്നും ഒരു തടസ്സവും ലീഗിൽ ചേരുന്നതുകൊണ്ടില്ല. പ്രാദേശികമായി മുസ്ലിം ലീഗ് എന്ന പാർട്ടി മലപ്പുറത്ത് ചെയ്യുന്ന നല്ല കാര്യങ്ങളോടുള്ള ഒരു പിന്തുണ അറിയിക്കലാണ് ഇത്. അത് മാത്രമല്ല, അതിനിപ്പോൾ ഞാൻ പിന്തുണ അറിയിച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ പിന്തുണ അറിയിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതവിടെ ബോധ്യമുള്ളൊരു കാര്യമാണ്. അതിന് എൻ്റെ ഒരു പിന്തുണയുടെ ആവശ്യമില്ല. അതിൽ കവിഞ്ഞ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണം നടത്തുന്നതിൽ മത്സരിക്കുകയാണിപ്പോൾ നല്ലൊരു വിഭാഗം. ഞാൻ വിചാരിച്ചത് ഞാൻ ലീഗിൽ ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക സംഘപരിവാർ ആളുകൾക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഹിന്ദുക്കൾ എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവൻ്റെയൊക്കെ ഉള്ളിൽ ഇവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉപജീവനത്തിന് വേണ്ടി പോയി എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് അവൻ്റെ ഉള്ളിൽ ഈ സാധനം കയറിയിട്ടില്ല, മതേതരത്വം കയറിയിട്ടില്ല, മാനവികത കയറിയിട്ടില്ല. അത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് കേരളം ഉള്ളത്. ഈ ഒരു സംഗതി, ഈ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു സമൂഹം ഒട്ടും നല്ലതല്ല. കാരണം ഇതൊരു ചെറിയ സ്റ്റേറ്റാണ്, എപ്പോൾ വേണമെങ്കിലും കത്തിക്കാളാനുന്ന ഒരു സാധനമാണിത്. പണ്ടത്തെ മാതിരി ആദർശധീരന്മാരായിട്ടുള്ള നേതൃത്വമോ പ്രതിരോധിക്കാൻ കരുത്തുള്ള മനക്കരുത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വമോ സാമൂഹ്യ നേതൃത്വമോ നമുക്കില്ല. അത് വലിയൊരു പ്രശ്നമല്ലേ? അതുകൊണ്ടല്ലേ കുംഭമേളയിൽ വന്നിട്ട് തോന്നിയാസം പറഞ്ഞു പോകുന്ന സമയത്ത്, ഞാൻ കുംഭമേളയിൽ ഒരു കലാകാരൻ നിലയ്ക്ക് പാടാൻ പോയിട്ടുള്ള ആളാണ്. പക്ഷേ എനിക്കുണ്ടായ അനുഭവങ്ങളൊന്നും നല്ലതായിരുന്നില്ല. അതായത് പറഞ്ഞു ഒരു റീസൺ അതും കൂടിയാണ്. ഒരു കുറ്റം ചെയ്യാത്ത മലപ്പുറത്തെ മുസ്ലിങ്ങൾ മോശക്കാരാണെന്ന് പ്രചരിപ്പിക്കാനാണ് കുംഭമേള ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്. അല്ലാണ്ട് അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠിച്ച് പോകാനല്ല അവരവിടെ വന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സോപാന സംഗീതം അതിനെ ക്ഷേത്രമതിൽക്കെട്ടുകൾ കിടക്കുന്നു പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും ഇപ്പോഴും അത് കുറേയൊക്കെ ഈ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഹരിഗോവിന്ദനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 100 പ്രോഗ്രാം കിട്ടുകയാണെങ്കിൽ അതൊരു 50 എണ്ണമോ 60 എണ്ണമോ ഒരുപക്ഷം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും അത് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിലേക്ക് പോകുന്നു എന്ന് കേട്ടാൽ ഇതിനെ കൂടുതൽ വർഗീയമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ അല്ല, യാതൊരു സംശയം വേണ്ട. സംഭവിച്ചു കഴിഞ്ഞു. 7 പരിപാടി ഇന്നേക്ക് ക്യാൻസലായി. ഒരു പരിപാടി ഞാൻ നേതൃത്വം കൊടുത്ത് നടത്തേണ്ട ഒരു പരിപാടി ഉണ്ട്, ഞാനാണ് സംവിധാനം ചെയ്യുന്ന പരിപാടി. അതുപോലും അമ്പല കമ്മിറ്റിയുടെ ആൾക്കാർ പറയുന്ന ആൾ നേരിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ സോഫ്റ്റായിട്ട് പറയും. അവർക്ക് എന്നോട് പറയാനൊരു മടിയുണ്ട്, കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ലെന്ന് അവർക്കറിയാം. ഹരിയേട്ടാ, അങ്ങനെ നിങ്ങളിപ്പോൾ ഇന്നലെ ഒരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റിയിലുള്ള ബാക്കിയുള്ള ചിലർക്കൊക്കെ കുറച്ച് അതൃപ്തിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് ആ പരിപാടി ഒന്നും വേണ്ടാന്ന് വെക്കേണ്ട സ്ഥിതിയിലാണ്. ഇങ്ങനെ സോഫ്റ്റായിട്ടാണ് അവർ പറയണത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് പ്രതീക്ഷിച്ചതാണ്. ഞാൻ ജീവിതകാലം മുഴുവൻ പാട്ടുപാടി നടന്നോളൊന്നും ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നാട് വിട്ടിട്ട് മദ്രാസിൽ സച്ചിൻ മഹേന്ദ്രത്ത എന്ന് പറഞ്ഞ ഇന്നത്തെ സച്ചിൻ കാ ദാബ നടത്തുന്ന ചെന്നൈയിലെ
അതിൻ്റെ ഉടമസ്ഥൻ്റെ ആദ്യത്തെ ലീസിനെടുത്ത ഹോട്ടലിൽ സപ്ലയറായിട്ട് ജോലി ചെയ്ത ആളാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് മറ്റേ ഫസ്റ്റ് ക്ലാസ്സിൽ BA മലയാളം പാസ്സായിട്ടുണ്ട്, കോപ്പി അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് B.Ed യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ B.Ed പാസ്സായിട്ടുണ്ട്. എനിക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ പണിയെടുക്കാനുള്ള ചങ്കൂറ്റുണ്ട്. ഇപ്പം മിഞ്ഞാന്ന് ഞാൻ ലീഗ് ചേരേണ്ട തലേ ദിവസം ഞാൻ ബഹാമാസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഡിഷ് വാഷർ ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്ലേറ്റ് കഴുകുന്ന പരിപാടിക്ക്. അതിൻ്റെ വിളിയാണ് ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ വന്നത്. അവൻ അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇന്നലെ മിഞ്ഞാന്ന് പകൽ വിളിച്ചിട്ട്. അങ്ങനെയൊക്കെ ധൈര്യമുള്ള ഒരാളാണ് ഞാൻ. ആരോഗ്യം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ 45-ാം വയസ്സിൽ പൊതുവേദികൾ ഉപേക്ഷിച്ച ഒരാളാണ്. മാതൃഭൂമിയിൽ വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ പ്രഖ്യാപിച്ചാണ് മറ്റേ എടപ്പാൾ തപസ്യയുടെ സംഗീതോത്സവത്തിന് ഞാൻ ഇനി മുതൽ പൊതുവേദികളിൽ ഉണ്ടാവില്ല. അതായത് 45 വയസ്സ് തികയുന്ന ദിവസം മുതൽ പൊതുവേദികൾ വരുന്നില്ല. ഈ വേദിയാണ് ഞാൻ ഏറ്റവും ആദ്യം പാടിയത് എടപ്പാൾ തപസ്യയുടെ വേദിയിലാണ്. അവരാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അന്ന് അവിടെ സംഘാടകർ. അപ്പോൾ അന്ന് എന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യം പൊതുവേദിയിൽ പാടാൻ വിളിക്കുന്ന അവരാണ്. അപ്പോൾ ഞാൻ ഈ വേദിയിൽ ഞാൻ എല്ലാ കൊല്ലം വരും, പക്ഷേ പൊതുവേദിയിൽ പോക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ സോപാന സംഗീതം എന്ന് പറയുന്ന കലാരൂപത്തെ പ്രത്യേക സമുദായത്തിൽ നിന്ന് മാരാര പൊതുവള മാത്രം പാടിയാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് മോചിപ്പിച്ച് ജാതി മതവും വ്യത്യാസമില്ലാണ്ട് എല്ലാവരിലേക്കും അത് എത്തിച്ചു. ഞാൻ അവിടുന്ന് മോചിപ്പിച്ചു. അതിൻ്റെ ധർമ്മനിർവഹണം കഴിഞ്ഞു. ഇനി അവർ പാടിക്കോട്ടെ, പുതിയ കുട്ടികൾ പാടിക്കോട്ടെ. ഇതൊക്കെ ജീവിതോപാധിയായിട്ട് വന്നതല്ല ഞാനിതിലേക്ക്. അച്ഛൻ അനുഭവിച്ച അവഗണനയും അവഹേളനവും ഇടയ്ക്കും തൂക്കി നടക്കുന്ന ഒരു മനുഷ്യരെ മേലിൽ അനുഭവിക്കരുത് എന്നതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ ഞാൻ സോപാന സംഗീതത്തിൽ സ്വപ്നം കണ്ടത് ശിവനെയും പാർവതീനെയും അല്ലെങ്കിൽ ഭഗവതീനെയും സ്തുതിച്ച് പാടുന്ന പാട്ടുകൾ മാത്രമല്ലാതെ ഈ സങ്കേതം ഉപയോഗിച്ച് കൊട്ടിപ്പാടുക എന്നുള്ള സങ്കേതം ഉപയോഗിച്ചിട്ട് വർഗീയതയ്ക്കെതിരെ പാടണം, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി പാടണം, പുഴയെക്കുറിച്ചും പുല്ലിനെക്കുറിച്ചും മഴയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ഒക്കെ പാടണം. ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ ദൈവദശകം പാടിയിട്ടുണ്ട്, വന്ദേ മാതരം പാടിയിട്ടുണ്ട്, റമലാൻ ഗീതം പാടിയിട്ടുണ്ട് ഇടയ്ക്ക് കൂട്ടിയിട്ട്. അങ്ങനെ സാധ്യമായ എല്ലാ ലിറിക്സുകളും ഇതിലേക്ക് കൊണ്ടുവരണം എന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പാട്ടിനെ സോപാന സംഗീതം എന്ന് വിളിക്കാറില്ല. ക്ഷേത്രനടയിൽ പാടുമ്പോൾ മാത്രമേ സോപാന സംഗീതമാവുള്ളൂ. ഞാൻ എൻ്റെ ഹരിഗോവിന്ദ ഗീതം എന്നൊരു സംഗീത അവതരണ ശൈലി രൂപപ്പെടുത്തി. അതിനകത്ത് ബാങ്ക് വിളിയും ഓംകാരവും തമ്മിലുള്ള ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അമ്പലങ്ങളിൽ പോയിട്ട് ഞാൻ ചെയ്യാറില്ല. കാരണം അമ്പലത്തിൽ അവിടുത്തെ ചിട്ട നമ്മൾ പാലിക്കണമല്ലോ. അവർ അമ്പലം വെച്ചിരിക്കുന്ന അതിനുള്ളതല്ലല്ലോ. അപ്പോൾ ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും ലൈബ്രറികളുടെ വാർഷികത്തിനൊക്കെ പോയിട്ട് ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഉണ്ടാക്കി. ഈ കലയ്ക്ക് പുതിയ സ്റ്റേജുകൾ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ 45-ാം വയസ്സിൽ വിഡ്രോ ചെയ്തതാണ്. പിന്നെയും സുഹൃത്തുക്കൾ നിർബന്ധിച്ച് വിളിക്കുമ്പോഴാണ് വീണ്ടും കുറച്ചൊക്കെ പരിപാടിക്ക് പോകാൻ തുടങ്ങി. അന്ന് ഞാൻ അവസാനിപ്പിച്ചതാണ്. ഹരിയുടെ ഏറ്റവും പൊളിറ്റിക്കലായ ഇതേതാ പാട്ട്? ഞാൻ സത്യത്തിൽ പൊളിറ്റിക്കലായിട്ട് പാടുന്ന ഒരു പാട്ട് പാടിയത് ഗുരുവായൂർ അമ്പലത്തിലൊരു 2ാം ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞ അടുത്ത കാലത്തൊരു പരിപാടി ഉണ്ടായി. ഞാൻ സത്യത്തിൽ എന്താ പറയുക, മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടായ സമയത്ത് CPM സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കാർ ഡ്രൈവർ ഉണ്ടായിരുന്നു. അന്ന് മൂപ്പരുടെ കാറിലിരുന്നിട്ട് എഴുതിയ പാട്ടാണ് അവിടെ കൊണ്ടുപോയി പാടിയത്. അങ്ങനെ ഓരോ സോഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതിഷേധിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് അനുഭവം പ്രകടിപ്പിക്കുന്നതിനായിട്ട് ഓരോ പാട്ടുകൾ എഴുതി പാടുകയാണ് ചെയ്യുക. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് പടിഞ്ഞാറേ നടയിൽ BJP-ക്കാർ സംഘടിപ്പിക്കുന്ന ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി BJP-ക്കാർ സംഘടിപ്പിക്കുന്ന സുകുമാരി എന്ന സിനിമാ നടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി, കിഴക്കേ നടയിൽ DYFI-ക്കാർ സംഘടിപ്പിക്കുന്ന ക്ഷേത്രത്തിനകത്തേക്ക് പോകാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി. അവിടെ ഒരു സുകുമാരിയും ഇവിടെ ഒരു സുകുമാരനും. അപ്പോൾ എന്നെ പാടാൻ വിളിച്ചു. ഞാനാണെങ്കിൽ എന്നെ വിളിച്ചു എന്ന് വെച്ചിട്ട് അവരെ സ്തുതിക്കാനൊന്നും എനിക്ക് കഴിയില്ല പലപ്പോഴും. അപ്പം ഞാനെന്ത് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിനപ്പുറത്തൊരു സുകുമാരി ഇപ്പുറത്തൊരു സുകുമാരനും കൂടി 2 സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഈ സംഗീതത്തെ മോചിപ്പിച്ച ഞെരളത്തെ രാമപൊതുവാളെയാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്നത്. അത് തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ ഏതെങ്കിലും അമ്പലത്തിലെ പാട്ടുകാരനായിരുന്നു വെച്ചാൽ ആരും എന്നെ അറിയില്ല. അവിടെ ചത്തുപോകും, ഒരു സ്റ്റാഫായിട്ട് ചത്തുപോകും. സ്കൂളിലെ മാഷായാലും അത്ര തന്നെ ഉള്ളൂ. കുറേ മാഷന്മാരുടെ ഇടയിൽ മാഷാവും. അപ്പം ഞാൻ ഇത് കലയെ ക്ഷേത്രത്തിന് പുറത്തേക്ക് മോചിപ്പിച്ച ആളാണ്. നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകാനാണ് ഈ സമരം ചെയ്യുന്നത്. അവിടെ ഒരു സുകുമാരൻ ഇവിടെ ഒരു സുകുമാരി നിന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത്, അല്ലയോ കൃഷ്ണ, നീ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കഷ്ടപ്പെടുകയാണല്ലോ, അതുകൊണ്ട് നിനക്ക് നീ ഇതിൽ ബേജാറാവണ്ടാണ്ട് നിന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ 2 വരി പാടാം എന്ന് പറഞ്ഞിട്ട്, ഹേ കറുത്ത കലാകാര കൃഷ്ണ നിഞ്ചാതിയോർത്താൽ, ഹേ കറുത്ത കലാകാര കൃഷ്ണ നിഞ്ചാതിയോർത്താൽ നീയും പുറത്താകും മുരളീധര. അപ്പോഴുമെൻ നെഞ്ചിൽ നിനക്കു വസിക്കുവാൻ, അപ്പോഴുമെൻ നെഞ്ചിൽ നിനക്കു വസിക്കുവാൻ
കലയുടെ ക്ഷേത്രം തുറന്നു വയ്ക്കും. ഹരേ ഹരേ കറുത്ത കലാകാര കൃഷ്ണ നിൻ ജാതിയോർത്താൽ നീയും പുറത്താകും മുരളീധര. അപ്പോഴും എൻ നെഞ്ചിൽ നിനക്കു വസിക്കുവാൻ കലയുടെ ക്ഷേത്രം തുറന്നു വയ്ക്കും. ഈ വരികൾ ഞാൻ അവിടെ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിയിലിരുന്ന് എഴുതിണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ഷതങ്ങളിൽ നിന്നെല്ലാം ത്രാണനം ചെയ്യേണ്ടും ക്ഷേത്രങ്ങൾ തന്നെ നശിക്കുകയാണോ എന്ന് വെച്ചിട്ടൊരു പാട്ടും എഴുതിണ്ടാക്കി പാടി. അങ്ങനത്തെ പ്രതിഷേധിക്കേണ്ട അനുഭാവം കാണിക്കേണ്ട സന്ദർഭത്തിൽ പാട്ടുകളുണ്ടാവും. അപ്പോൾ മുല്ലപ്പെരിയാറിൽ പാടാൻ പോകുന്ന സമയത്ത് ഇതേപോലെ ഞാനെല്ലാ പാട്ടും ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് എന്താ പറയുക, മഹാശ്വേത ദേവി ഉൾപ്പെടെ വന്നിട്ട് കോഴിക്കോട് വലിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് മഞ്ചേരി ഉണ്ടായിരുന്ന എൻ്റെ അഡ്വക്കേറ്റ് സുഹൃത്ത് ഹരി ഞങ്ങൾ പോകുന്നുണ്ട്, ഹരി വരുന്നോന്ന് വെച്ചാൽ ഞാൻ വേറെ പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ് കോഴിക്കോട് തന്നെ. അപ്പം എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞു. അമ്മൂപ്പര ഞങ്ങൾ ആ ജീപ്പിലിരുന്നിട്ടാണ് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ടി.പി. ചന്ദ്രശേഖരൻ പദത്തിനെതിരായിട്ടുള്ള കവിത ഞാൻ രചിക്കുന്നത്. കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ, ഒന്നു തീർത്താലൊരായിരം പിന്നെയും കൊന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറപ്പാർന്നൊരാത്മാവിനെ. ഇങ്ങനെ ഒരു കവിത. വിറ്റു തിന്നുവാൻ നാടിനെ നൽകാത്ത കുറ്റമല്ലയോ ടി.പിക്ക് അയോഗ്യത എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട്. അത് വളരെ ഇമോഷണലായിട്ട് ആ കാലത്ത് അവർ രമചേച്ചിയുടെ കുടുംബം പിന്നീടത് വളരെ ഇമോഷണലായിട്ട് കരുതിയിരുന്നൊരു പാട്ടാണ്. അങ്ങനെയൊക്കെ കറക്റ്റ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരുന്ന എന്നെയാണ് സംഘപരിവാർ ഇടയ്ക്ക് വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് ട്രാപ്പ് ചെയ്ത് ഞാൻ കുറച്ചു കാലം വഴിതെറ്റിപ്പോയത്. ആ ഹരിഗോവിന്ദനെ തിരിച്ചു പിടിക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ലീഗിലേക്കുള്ള പ്രവേശനം. അതിന് മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുഭവം കൊണ്ട് മുസ്ലിം ലീഗ് മറ്റൊരു സമുദായത്തെ ബോധപൂർവം ദ്രോഹിച്ചതിൻ്റെ ഒരു തെളിവുകളും ഇല്ല. തമ്മിൽ ഭേദം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ലീഗിൽ ചേരാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് 9-ാം തീയതി വരെയുള്ള രാഷ്ട്രീയമായ വിമർശനങ്ങൾ ധാരാളം ഉണ്ടാവും. ഏറ്റ പരിപാടികൾ 7 ക്യാൻസലായല്ലോ. ഫേസ്ബുക്കിന് താഴെ ഇകഴ്ത്തലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അത് ധാരാളമായിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ജനാബ് ഞരളത്ത് ഹരിഗോവിന്ദൻ വന്ദേ മുകുന്ദ റബ്ബേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തമാശയ്ക്ക് എനിക്കൊരു സുഹൃത്ത് അയച്ചെന്നു, വന്ദേ മുകുന്ദ ഹരേ എന്നുള്ളതിന് പകരം എന്താ പറയുക, വന്ദേ മുകുന്ദ റബ്ബേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിലും ഈ സംഘപ്രവർത്തകരായിട്ടുള്ള ആളുകൾ റബ്ബേന്നും റസൂലേന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വായിക്കാനും എഴുതാനും നിർബന്ധിതരായല്ലോ. ഞരളത്ത് ഹരിഗോവിന്ദൻ പാടിയ നല്ല കുറേ പാട്ടുകളുണ്ട്. എന്തായാലും വലിയ മോശം പാട്ടുകാരനല്ലല്ലോ ഞാൻ. അത്ര മോശം പാട്ടുകാരനാണെങ്കിൽ അത്ര കാലം ജീവിച്ചിരിക്കില്ലല്ലോ ഈ രംഗത്ത്. അപ്പോൾ അങ്ങ് എൻ്റെ പാട്ടുകളൊന്നും തന്നെ പരസ്പരം ഫോർവേഡ് ചെയ്തിട്ടില്ലാത്ത എല്ലാ സംഘികളും കമ്മികളും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ പറയുന്നൊരു മോശമാണെങ്കിൽ ക്ഷമിക്കണം. കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും സംഘപ്രവർത്തകരും ഇന്ന് വാശിയോടുകൂടി ഞാൻ ലീഗ് ചേർന്ന പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. കേരളത്തെ രൂപത്തിന് വേണ്ടി അവർ കുറേ സമയം ചെലവഴിക്കാൻ നിർബന്ധിതരായി. ഇതൊക്കെ തന്നെയാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. എന്തായാലും വെറുതെ അങ്ങോട്ട് ഒരു ദിവസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തതല്ല ഹരിഗോവിന്ദൻ. അതിന് അദ്ദേഹത്തിൻ്റേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഇടക്കാലത്ത് സംഭവിച്ച ചില അപകടകരമായ വ്യതിയാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പിൽക്കാലത്തുണ്ടായ തിരിച്ചറിവുണ്ട്. ആ വ്യതിയാനങ്ങൾ പോലും ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് സംഭവിച്ചു പോയതാണ് എന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ ഒരു ആശയവ്യക്തതയോടുകൂടെ സമുദായങ്ങൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ട സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആശയം കൂടി പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശം നടത്തിയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.